1945 അമേരിക്ക വർഷിച്ച അണുബോംബിൽ ഹിരോഷിമയും നാഗസാക്കിയും കത്തിയെരിഞ്ഞ് ജപ്പാൻ എന്ന രാജ്യം ലോകഭൂപടത്തിൽ ഒരുപിടി ചാരമായി മാറിയ നിമിഷം. ആ കനത്ത ചാരത്തിനുള്ളിൽ നിന്ന് ലോകത്തെയാകെ വിസ്മയിപ്പിക്കാൻ പോകുന്നൊരു വിപ്ലവം പുകയുന്നുണ്ടായിരുന്നു. തകർന്നടിഞ്ഞ ടോക്കിയോ നഗരത്തിലെ ഒരു പഴയ കെട്ടിടത്തിൻ്റെ കൊച്ചുമുറിയിൽ കേവലം 20 പേരുടെ സംഘം ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേൽക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. അവരുടെ കയ്യിൽ വലിയ പണമോ സൗകര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. പക്ഷെ ലോകത്തിൻ്റെ ഗതി മാറ്റാൻ പോകുന്ന ഒരു വലിയ സ്വപ്നമുണ്ടായിരുന്നു. അന്ന് മെയ്ഡ് ഇൻ ജപ്പാൻ എന്ന് കേൾക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾക്കൊരു തമാശയായിരുന്നു. ഗുണനിലവാരമില്ലാത്ത വില കുറഞ്ഞ ഉൽപ്പന്നങ്ങളുടെ അടയാളമായിട്ടാണ് ജാപ്പനീസ് നിർമ്മിതികളെ ലോകം കണ്ടിരുന്നത്. എന്നാൽ ആ പരിഹാസത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബരത്തിൻ്റെയും ഗുണമേന്മയുടെയും നെറ്റിപ്പട്ടമാക്കി മാറ്റിയ ഒരു അത്ഭുത ചരിത്രമാണ് ഇവരുടേത്. അമേരിക്കൻ ലാബുകൾ ട്രാൻസിസ്റ്റർ എന്ന വിദ്യ വികസിപ്പിച്ചെടുത്തപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അവർക്ക് വലിയ ധാരണ ആദ്യം ഉണ്ടായിരുന്നില്ല. ഇതുകൊണ്ട് വെറും ഹിയറിംഗ് എയ്ഡ്സ്, അതായത് ശ്രവണ സഹായികൾ മാത്രമേ ഉണ്ടാക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ് ലോകം ആ സാങ്കേതിക വിദ്യയെ പുച്ഛിച്ച് തള്ളി. എന്നാൽ ആ കുഞ്ഞൻ ചിപ്പിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ ഈ കമ്പനിയുടെ ഉടമസ്ഥർ അത് സ്വന്തമാക്കി. ലോകം ഇന്ന് വരെ കാണാത്ത വിധം മനുഷ്യൻ്റെ പോക്കറ്റിൽ ഒതുങ്ങുന്നൊരു റേഡിയോ ആക്കി മാറ്റിക്കൊണ്ട് അവർ ഡിജിറ്റൽ വിപ്ലവത്തിന് തന്നെ തിരികൊളുത്തി. സംഗീതവും സിനിമയും ഗെയിമിങ്ങും ഒത്തുചേരുന്ന ഒരു ആഗോള സാമ്രാജ്യം അവർ കെട്ടിപ്പടുത്തു. പക്ഷേ ഇന്ന് 2026 കാലമെത്തുമ്പോൾ ലോകം വീണ്ടും സംശയത്തിലാണ്. പതിറ്റാണ്ടുകളായി തങ്ങളുടെ ഏറ്റവും വലിയ വിശ്വസ്തമായ ബിസിനസ് വിഭാഗമായിരുന്ന TV നിർമ്മാണം ഒരു ചൈനീസ് സ്ഥാപനത്തിന് കൈമാറാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. ലോകം ചോദിക്കുന്നു, ഇത്രയും വലിയൊരു സാങ്കേതിക സാമ്രാജ്യം തകരുകയാണോ? ലാഭത്തിന് വേണ്ടി അവർ തങ്ങളുടെ ആത്മാവിനെ വിൽക്കുകയാണോ? അതോ വീഴ്ചകളിൽ നിന്ന് കരുത്തോടെ തിരിച്ചു വരാൻ അവർ പുതിയൊരു യുദ്ധതന്ത്രം മെനയുകയാണോ? മനുഷ്യൻ്റെ ഓരോ ചലനങ്ങളെയും ചിന്തകളെയും കഴിഞ്ഞ 80 വർഷങ്ങളായി നിഴൽ പോലെ പിന്തുടരുന്ന ഒരു അദൃശ്യ ശക്തിയുടെ നമ്മൾ ഇനിയും ആഴത്തിൽ തിരിച്ചറിയാത്തൊരു വലിയ കഥ ഇവിടെ തുടങ്ങുകയാണ്. ഇത് വെറും ഒരു ബിസിനസ് കഥയല്ല, മറിച്ച് കാൻഡോ എന്ന ജാപ്പനീസ് മന്ത്രത്തിലൂടെ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു ബ്രാൻഡിൻ്റെ പോരാട്ട വീര്യത്തിൻ്റെ കഥയാണ്. ആ പേര് മറ്റൊന്നുമല്ല, സോണി. ആയിരത്തി 1945 ഒരു നവംബർ മാസം ടോക്കിയോ നഗരം ആകെ ശവപ്പറമ്പ് പോലെയായിരുന്നു. യുദ്ധം ജപ്പാനെ സാമ്പത്തികമായി പാപ്പരാക്കി. എഞ്ചിനീയറായ മസാരു ഇബൂക്ക എന്ന മനുഷ്യൻ ടോക്കിയോയിലെ ഒരു പഴയ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൻ്റെ 3ാം നിലയിൽ ചെറിയൊരു ഇടം വാടകയ്ക്കെടുത്തു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വലിയ പണമോ അല്ലെങ്കിൽ പദ്ധതികളോ ഒന്നുമില്ല. വെറും 1.9 yen മാത്രമാണ് ആകെയുള്ള സമ്പാദ്യം. എന്നാൽ അദ്ദേഹത്തിന് വലിയൊരു വാശിയുണ്ടായിരുന്നു. തൻ്റെ നാടിനെ ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിർത്തുന്ന ഒരു സാങ്കേതിക വിദ്യ തൻ്റെ വിരൽത്തുമ്പിലൂടെ വിരിയിച്ചെടുക്കണം. ലാഭത്തെക്കാൾ ഉപരി പുതിയ ആശയങ്ങൾക്ക് ചിറക് നൽകുന്ന ഇടമായിരിക്കണം തൻ്റെ കമ്പനി എന്ന് അദ്ദേഹം ഉറപ്പിച്ചു. 1946 മെയ് 7 ടോക്കിയോ സുഷിൻ കോഗിയോ എന്ന പേരിൽ അന്ന് അദ്ദേഹം ആരംഭിച്ച വിനീതമായ സ്ഥാപനത്തിലേക്ക് പിന്നീട് അക്കിയോ മോറിറ്റ എന്ന വലിയൊരു ബിസിനസ് ബുദ്ധിമാൻ കൂടിയെത്തി. ഇബൂക്ക എന്ന എഞ്ചിനീയറും മോറിറ്റ എന്ന മാർക്കറ്റിംഗ് പ്രതിഭയും ഒന്നു ചേർന്നപ്പോൾ ലോകം ഇതുവരെ കാണാത്ത വലിയൊരു വിസ്ഫോടനം അവിടെ തുടങ്ങുകയായിരുന്നു. എന്നാൽ ഈ തുടക്കം ആരും ഇന്ന് വിശ്വസിക്കാത്ത വിധം ദയനീയമായിരുന്നു. അവരുടെ ആദ്യത്തെ കണ്ടുപിടുത്തം പട്ടിണിയിലായിരുന്ന ജപ്പാൻകാർക്ക് ആഹാരം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ഇലക്ട്രിക് റൈസ് കുക്കറായിരുന്നു. മരത്തൊട്ടിക്കുള്ളിൽ അലുമിനിയം പ്ലേറ്റുകൾ ഘടിപ്പിച്ച ഒരു ഉപകരണം. പക്ഷേ ആദ്യ പരീക്ഷണങ്ങൾ തന്നെ അബദ്ധമായി മാറി. വോൾട്ടേജിൽ ചെറിയ വ്യത്യാസം കാരണം ബാക്കിയുള്ള അരി ഒന്നുകിൽ വേവാതെ കല്ലുപോലെ ഇരിക്കും, അല്ലെങ്കിൽ അത് കരിഞ്ഞൊട്ടിപ്പോവും. ആ ഒരു സാങ്കേതിക വിദ്യ കൊണ്ട് ആർക്കും പ്രയോജനമില്ലാതെ വന്ന ആ ഒരു ആദ്യത്തെ തോൽവിയിൽ നിന്നാണ് കസ്റ്റമറുടെ ഹൃദയം അറിഞ്ഞായിരിക്കണം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കേണ്ടത് എന്ന വലിയ പാഠം അവർ പഠിക്കുന്നത്. ഈ ഒരു വീഴ്ച അവർക്ക് കരുത്തായി. 1952 ഈ ടീം അമേരിക്ക സന്ദർശിച്ചപ്പോൾ അവിടെ ബെൽ ലാബ്സ് വികസിപ്പിച്ചെടുത്ത ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന ഒരു കുഞ്ഞൻ ഉപകരണം അവർ കണ്ടു. അന്നത്തെ കാലത്ത് റേഡിയോകളും മറ്റ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും വലിയ വാക്വം ട്യൂബുകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെല്ലാം അനിയന്ത്രിതമായിട്ടുള്ള വലിപ്പവും ചൂടും ഉണ്ടായിരുന്നു. ട്രാൻസിസ്റ്റർ വന്നാൽ ഉപകരണങ്ങൾ ചെറുതാക്കാമെന്ന് മനസ്സിലാക്കിയ ഇബൂക്കയുടെ ടീം ആ വിദ്യ വാങ്ങാൻ താല്പര്യം കാണിച്ചപ്പോൾ അമേരിക്കൻ കമ്പനികൾ പരിഹസിച്ചു. ഇത് വെറും ശ്രവണ സഹായികൾ ഉണ്ടാക്കാൻ മാത്രമേ കൊള്ളൂ എന്നവർ വിചാരിച്ചു. എന്നാൽ ആ വെല്ലുവിളി ഏറ്റെടുത്ത ഇബൂക്ക ജപ്പാനിലെത്തി രാപ്പകലില്ലാതെ അധ്വാനിച്ചു. ആദ്യത്തെ സക്സസ്ഫുൾ ട്രാൻസിസ്റ്റർ റേഡിയോ പുറത്തിറക്കി. അതോടെ ഒരു കാര്യം മോറിറ്റയ്ക്ക് മനസ്സിലായി. ലോക വിപണി പിടിക്കണമെങ്കിൽ തങ്ങളുടെ കഠിനമായ ജാപ്പനീസ് പേരായ ടോക്കിയോ സുഷിൻ കൊഗിയോ മാറ്റണം. അങ്ങനെ ലാറ്റിൻ ഭാഷയിൽ ശബ്ദമെന്നർത്ഥമുള്ള സോണസ് എന്ന വാക്കിനെയും അമേരിക്കൻ രീതിയിലുള്ള സോണി ബോയ് എന്ന വിളിയെയും കൂട്ടിയിണക്കി അവർ പുതിയൊരു ബ്രാൻഡ് നെയിം ഉണ്ടാക്കി.
സ്വന്തം ജാപ്പനീസ് പേര് ഒരു കമ്പനി ഉപേക്ഷിക്കുന്നത് അക്കാലത്ത് ജപ്പാനിൽ ഒരു രാജ്യദ്രോഹ കുറ്റം പോലെയാണ്. മീൻസ് ആളുകളുടെ മനസ്സിൽ. മോറിറ്റയുടെ വീട്ടുകാർ പോലും അതിനെ അങ്ങനെയാണ് കണ്ടത്. പക്ഷേ തനിക്ക് വേണ്ടത് ഭാഷാ അതിരുകൾ മാറ്റിവെച്ച് വിളിക്കാൻ എളുപ്പമുള്ളൊരു വാക്കായതുകൊണ്ട് അദ്ദേഹം ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു. വൈകാതെ അമേരിക്കൻ വിപണിയിലേക്ക് അവർ തങ്ങളുടെ ചെറിയ റേഡിയോ എണ്ണമറ്റ രീതിയിൽ കയറ്റി വെച്ചു. അന്ന് സെയിൽസ്മാൻമാർ പ്രത്യേകം തുന്നിവെച്ച വലിയ പോക്കറ്റുകളുള്ള ഷർട്ട് ധരിച്ചാണ് ഈ റേഡിയോകൾ ഒളിപ്പിച്ചു കൊണ്ടുപോയി ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്ന കൈവെള്ളയിൽ ഒതുങ്ങുന്നൊരു ടെക്നോളജി എന്ന അത്ഭുതം അങ്ങനെ അവിടെ വിരിഞ്ഞു. 60കളിലും 70കളിലും ഇവരുടെ കുതിപ്പ് തടയാനാകാത്തതായിരുന്നു. കളർ ടി വി എന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കാൻ എല്ലാവരും പാടുപെടുമ്പോൾ 1968 ട്രിനിട്രോൺ എന്ന തനതായ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി വളരെ മാസ്മരികമായ ചിത്രങ്ങൾ അവർ സ്ക്രീനുകളിൽ എത്തിച്ചു. കണ്ണിന് ആനന്ദം പകരുന്ന അത്രയും വെളിച്ചമുള്ളൊരു പടം അക്കാലത്ത് ലോകത്ത് മറ്റൊരിടത്തും കാണാൻ കിട്ടില്ലായിരുന്നു. ലോകത്തെ ഒരു ടെക്നോളജി കമ്പനിക്ക് ആദ്യമായി എമ്മി അവാർഡ് ലഭിക്കുന്നത് ഈ നേട്ടത്തിലാണ് എന്നറിയുമ്പോഴാണ് ഇതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാവുക. 70കളുടെ തുടക്കത്തോടെ ഇവർ സംഗീത ലോകത്തെ കീഴ്മേൽ മറിച്ചു. കയ്യിൽ കരുതി നടക്കാവുന്ന വാക്മാനെ ഉണ്ടാക്കിയെടുത്തു. അതൊരു എഞ്ചിനീയറിംഗ് വിസ്മയമായിരുന്നെങ്കിലും അതിൻ്റെ പിറകിൽ പ്രായോഗികമായിട്ടുള്ള വലിയൊരു ബുദ്ധിയുണ്ടായിരുന്നു. എല്ലാവരും ഗുണമേന്മയുള്ള റെക്കോർഡിംഗ് ഉപകരണങ്ങൾ വിൽക്കാൻ നോക്കിയപ്പോൾ ഈ കമ്പനി വെറും പ്ലേബാക്ക് മാത്രമുള്ള ഉപകരണങ്ങൾ വിറ്റു. ആളുകൾക്ക് യാത്രകളിൽ തങ്ങളുടേതായ ഒരു സ്വകാര്യ സംഗീത ലോകം ലഭിച്ചതോടെ വാക്മാൻ ഒരു ഇമോഷനായി മാറി. ഇന്നത്തെ മൊബൈൽ ഫോണുകളുടെ തുടക്കം വരുന്നത് ആ ഒരു കൊച്ചുപെട്ടിയിൽ നിന്നാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വാക്മാൻ എന്ന ഉപകരണം വികസിപ്പിച്ചപ്പോൾ തന്നെ സോണിയിലെ അണിയറ ശില്പികൾ ഒരു കാര്യം മനസ്സിലാക്കി. കയ്യിലൊരു റെക്കോർഡ് പ്ലെയറോ വാക്മാനോ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിൽ കേൾക്കാൻ നല്ല പാട്ടുകൾ കൂടി വേണം. വെറും യന്ത്രങ്ങൾ വിൽക്കുന്ന ഒരു കമ്പനിയെ തുടർന്നാൽ തങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാകുമെന്ന് അവർ അങ്ങനെ തിരിച്ചറിഞ്ഞു. ഉപകരണങ്ങൾ വെറും അസ്ഥികൂടങ്ങൾ മാത്രമാണെന്നും അതിലൊഴിക്കാനുള്ള രക്തമാണ് പാട്ടുകളും സിനിമകളും എന്നുള്ളതായിരുന്നു അവർ പ്രായോഗികമാക്കാൻ ശ്രമിച്ച തത്വം. ഇതിൻ്റെ ഭാഗമായാണ് 1988 CBS റെക്കോർഡ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി വാങ്ങി അവർ സോണി മ്യൂസിക് സ്ഥാപിക്കുന്നത്. തൊട്ടടുത്ത വർഷം അവർ കൊളംബിയ പിക്ചേഴ്സ് കൂടി സ്വന്തമാക്കിയതോടെ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടന്റ് നിർമ്മാതാക്കളിലൊന്നായി സോണി മാറി. ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഒരുപോലെ കയ്യിലുണ്ടെങ്കിൽ വിപണിയിൽ തങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്ന് അക്കിയോ മോറിറ്റ വിശ്വസിച്ചു. ഇന്നത്തെ ആപ്പിൾ ഐട്യൂൺസും ആപ്പിൾ TVയും ഒക്കെ ചെയ്യുന്നത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സോണി പ്ലാൻ ചെയ്ത കാര്യമാണ്. കഥകളില്ലാത്ത ഉപകരണങ്ങൾ വെറും മൃതമായ ലോഹങ്ങൾ അല്ലെങ്കിൽ ഡെഡ് മെറ്റൽ മാത്രമാണെന്നുള്ള വലിയ ഉൾക്കാഴ്ചയാണ് അവരെ ഈ വലിയ ഏറ്റെടുക്കലുകൾക്ക് പ്രേരിപ്പിച്ചത്. ലോകപ്രശസ്തരായ ഗായകരുടെയും സ്പൈഡർമാനെ പോലെയുള്ള സിനിമാ കഥാപാത്രങ്ങളുടെയും അവകാശം സോണിയുടെ കയ്യിലാണ് ഉള്ളത് എന്നുള്ളത് അവരുടെ സാങ്കേതിക വിദ്യയുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നതായി കാണാം. ഉപഭോക്താവ് വാങ്ങുന്നത് ഒരു പ്ലാസ്റ്റിക് പെട്ടിയല്ല എന്നും മറിച്ച് അതൊരു വികാരമാണെന്നും സോണി ഇതിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്തു. എന്നാൽ ചരിത്രം അമിതമായ ആത്മവിശ്വാസത്തെ ശിക്ഷിക്കാതിരിക്കില്ല. സാങ്കേതികമായി മികച്ചതായാലും വിപണി തന്ത്രങ്ങൾ പരാജയപ്പെട്ടാൽ ഒരു കമ്പനി എങ്ങനെ കഷ്ടപ്പെടും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു 70കളിലെ ബെറ്റാമാക്സ് VHS യുദ്ധം. ഇലക്ട്രോണിക്സ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പോരാട്ടമായിരുന്നു ഇത്. ഈ കമ്പനി വികസിപ്പിച്ച ബെറ്റാമാക്സ് എന്ന ടേപ്പുകൾ വീഡിയോയുടെ എണ്ണത്തിൽ അങ്ങേയറ്റം ക്വാളിറ്റി ഉള്ളതായിരുന്നു. VHS എന്ന് പറയുന്ന ടേപ്പുകളേക്കാൾ തെളിഞ്ഞ ചിത്രം. അതുകൊണ്ട് തന്നെ സിനിമാ പ്രേമികൾക്ക് ബെറ്റാമാക്സ് ഇഷ്ടപ്പെടുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. പക്ഷെ ഒരു വലിയ കുരുക്കുണ്ടായിരുന്നു. ബെറ്റാമാക്സ് ടേപ്പുകളിൽ കഷ്ടി 1 മണിക്കൂർ പടം മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റൂ. സാധാരണ പടങ്ങൾക്കൊന്നും അതുകൊണ്ട് തികയുമായിരുന്നില്ല. എന്നാൽ എതിരാളിയായ JVC വികസിപ്പിച്ച VHS ടേപ്പുകൾക്ക് 2 മണിക്കൂർ വരെ സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്. അതുമാത്രമല്ല, തങ്ങളുടെ സാങ്കേതിക വിദ്യ ആർക്കും പണം കൊടുത്താൽ ഉപയോഗിക്കാവുന്ന നിലയിലേക്ക് അവർ ജനകീയമാക്കി. എന്നാൽ സോണി ആകട്ടെ തങ്ങളുടെ ബെറ്റാമാക്സ് ടെക്നോളജി അങ്ങേയറ്റം രഹസ്യമാക്കി വയ്ക്കുകയും മറ്റു കമ്പനികൾക്ക് അത് ഉപയോഗിക്കാൻ കടുത്ത നിബന്ധനകൾ ഉണ്ടാക്കുകയും ചെയ്തു. ഇന്ത്യ പോലെയുള്ള വിപണികളിൽ ആളുകൾക്ക് വേണ്ടത് മുഴുവൻ സിനിമകൾ കാണാനുള്ള മാർഗമാണ്. അങ്ങനെ വന്നതോടെ വലിപ്പം കുറവാണ് എന്നുള്ളത് കൊണ്ടോ ഗുണമേന്മയുള്ളത് കൊണ്ടോ കാര്യമില്ല, ആളുകൾ അതിനെ സ്വീകരിച്ചില്ല. പകരം VHS എന്ന ലാഭകരമായ മോഡലിന് പിന്നാലെ ജനങ്ങൾ പോയി. ഈ തോൽവി കമ്പനിക്ക് വലിയൊരു പാഠമായി മാറി. സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിനേക്കാൾ വലിയ കാര്യം അത് എല്ലാവരിലും എത്തുന്നത് പോലെ ജനകീയമാക്കുന്നതാണ് എന്നവർ മനസ്സിലാക്കി. ബെറ്റാമാക്സിന്റെ ദയനീയമായ പരാജയം സോണിയുടെ അഹങ്കാരത്തിനേറ്റ വലിയൊരു പ്രഹരമായിരുന്നു. കേവലം സാങ്കേതികമായി മികച്ചതായാൽ മാത്രം പോരാ, മറിച്ച് ലോകത്തിൻ്റെ മറ്റു കമ്പനികളെ കൂടെ നിർത്തിക്കൊണ്ട് ഒരു പൊതുവായ സ്റ്റാൻഡേർഡ് നിയമം ഉണ്ടാക്കിയാൽ മാത്രമേ വിപണിയിൽ നിലനിൽക്കാൻ കഴിയൂ എന്ന വലിയ പാഠം അവർ അതിൽ നിന്ന് പഠിച്ചു. പിന്നീട് ഡിജിറ്റൽ യുഗത്തിൻ്റെ വരവോടെ സോണി തങ്ങളുടെ തന്ത്രം മാറ്റി. CD വികസിപ്പിച്ചെടുത്തപ്പോൾ അവർ ഫിലിപ്സുമായിട്ട് കൈകോർത്തു. അതൊരു ആഗോള രീതിയായി മാറി. പിന്നീട് DVD വന്നപ്പോൾ ലോകത്തിലെ പ്രബലരായ എല്ലാ കമ്പനികളുമായിട്ടും ചേർന്ന് ഒരു സഖ്യമുണ്ടാക്കാൻ അവർ മുൻകൈയെടുത്തു. എന്നാൽ വീണ്ടും ഒരു സാങ്കേതിക യുദ്ധമുണ്ടായി. ബ്ലൂറേ ഹൈ ഡെഫിനിഷൻ വീഡിയോകളുമായിട്ടുള്ള പോരാട്ടമാണ്. അങ്ങനെ വന്നപ്പോൾ അവർ തോഷിബയുടെ HD DVDയുമായിട്ട് ഏറ്റുമുട്ടി.
ഇവിടെ സോണി പരീക്ഷിച്ചത് തങ്ങളുടെ പഴയ തകർച്ചയ്ക്ക് ചികിത്സാ രീതിയായിരുന്നു. അവർ ലോകത്തിലെ ഭൂരിഭാഗം സിനിമാ സ്റ്റുഡിയോകളെയും ഗെയിം നിർമ്മാതാക്കളെയും ഒരുമിച്ച് ചേർത്ത് പ്ലാൻ ചെയ്തു. അവസാനം ബ്ലൂറേ ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടു. സോണി തന്റെ പഴയ മുറിവിൽ നിന്ന് അങ്ങനെ പുതിയൊരു ഹിസ്റ്ററി ഉണ്ടാക്കി. ലോകം എങ്ങനെ ഡിജിറ്റൽ വിവരങ്ങൾ കൈമാറണം എന്നതിന്റെ നിയമപുസ്തകം രചിക്കുന്നവരായി സോണി വളർന്നത് ഇത്തരത്തിലുള്ള സഹകരണത്തിലൂടെയാണ്. പക്ഷേ ഈ തോൽവിക്കിടയിലും അവർ നിയമപരമായ വലിയൊരു യുദ്ധം നടത്തി ലോകത്തെ രക്ഷിച്ചിരുന്നു. അത് ഈ ഒരു ചരിത്രം അധികം ആർക്കും അറിയില്ല. ടി വിയിൽ വരുന്ന പരിപാടികൾ ടേപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്യുന്നത് കോപ്പിറൈറ്റ് നിയമങ്ങൾക്ക് എതിരാണെന്ന് വാദിച്ച് യൂണിവേഴ്സൽ സിറ്റി സ്റ്റുഡിയോസും ഡിസ്നിയും വൻതോതിൽ സോണിക്കെതിരെ കേസ് കൊടുത്തു. 10 വർഷത്തോളം അമേരിക്കൻ സുപ്രീം കോടതിയുടെ മണ്ണിൽ ഈ കേസ് വലിഞ്ഞു നീണ്ടിരുന്നു. സത്യത്തിൽ ടേപ്പ് റെക്കോർഡിംഗ് വിദ്യ കണ്ടുപിടിച്ചതിന്റെ ചീത്തപ്പേര് ഈ കോടതി കേസ് കാരണം ഇവർ കേൾക്കേണ്ടി വന്നിരുന്നു. എന്നാൽ അവസാനം വിധി വന്നു. ഒരു വ്യക്തി സ്വന്തം അറിവിനും സന്തോഷത്തിനുമായി ഒരു സംഗതിയോ ദൃശ്യമോ റെക്കോർഡ് ചെയ്യുന്നത് കേസെടുക്കാവുന്നത്ര വലിയ കുറ്റമല്ലെന്നും അത് മനുഷ്യത്വപരമായിട്ടുള്ളൊരു കാര്യമാണെന്നും കോടതി പ്രഖ്യാപിച്ചു. ഈ ഒരു വിധി വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന വീഡിയോ ഇൻഡസ്ട്രി കണ്ടന്റുകളോ റെക്കോർഡഡ് കണ്ടന്റുകളോ ഈ യൂട്യൂബ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളോ ഒക്കെ തന്നെ ഇതുപോലെ തന്നെ ഉണ്ടാകുമായിരുന്നോ എന്നുള്ള സംശയമാണ്. കനത്ത നഷ്ടങ്ങൾക്കിടയിലും നീതിക്ക് വേണ്ടി അവർ പോരാടിയ ഈ ഘട്ടം ടെക്നോളജി ചരിത്രത്തിലെ പൊൻതൂവലാണ്. 1990-കൾക്ക് മുമ്പ് സോണി ഗെയിമിങ്ങിനെ വലിയൊരു സീരിയസ് ബിസിനസ്സായി കണ്ടിരുന്നില്ല. നിറ്റൻഡോ എന്ന കമ്പനിക്ക് വേണ്ടി മ്യൂസിക് ചിപ്പുകൾ നിർമ്മിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ അകത്തേക്ക് കയറാനായിട്ട് സോണി ഒരു ശ്രമം നടത്തി. എന്നാൽ സംയുക്തമായൊരു പ്ലേ സ്റ്റേഷൻ പദ്ധതിക്ക് വേണ്ടി അവർ നിറ്റൻഡോയുമായിട്ട് കരാറിൽ ഒപ്പിട്ട ശേഷം നിറ്റൻഡോ പരസ്യമായിട്ട് പിന്തിരിഞ്ഞത് സോണിയെ ഞെട്ടിച്ചു. വെറും പിന്തിരിയൽ മാത്രമായിരുന്നില്ല. സോണിയുമായിട്ട് നിറ്റൻഡോ ഒപ്പിട്ട കാര്യം സോണി പ്രഖ്യാപിച്ച് തൊട്ടടുത്ത ദിവസം നിറ്റൻഡോ തങ്ങളുമായിട്ടല്ല എന്നും, അതായത് സോണിയുമായിട്ടല്ല എന്നും ഫിലിപ്സുമായിട്ടാണ് കൈകോർക്കുന്നത് എന്ന് പറഞ്ഞ് വഞ്ചിക്കുകയായിരുന്നു. ഈ നാണക്കേടിന് പകരം വീട്ടാൻ സോണി 1 മാസത്തിനുള്ളിൽ എടുത്തൊരു തീരുമാനമായിരുന്നു വീഡിയോ ഗെയിം ചരിത്രത്തെ മാറ്റി എഴുതിയത്. മറ്റു കമ്പനികൾ കാസറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ഇവർ CD-കൾ ഉപയോഗിക്കാൻ തുടങ്ങി. അതിശയിപ്പിക്കുന്ന കഥാപരിസരവും സംഗീതവും അവർ ഗെയിമുകളിൽ നിറച്ചു. പ്ലേ സ്റ്റേഷൻ എന്ന അത്ഭുതത്തിന്റെ പിന്നിൽ കെൻ കുട്ടരാഗി എന്നൊരു എഞ്ചിനീയറുടെ വാശിയും ധൈര്യവും ഉണ്ടായിരുന്നു. അക്കാലത്ത് സോണിയിലെ മുതിർന്ന മാനേജ്മെന്റ് ഉദ്യോഗസ്ഥർക്ക് വീഡിയോ ഗെയിമുകൾ എന്നാൽ വെറും ലക്കും ലഗാനുമില്ലാത്ത കുട്ടികളിയാണ്. ഇത്തരമൊരു മേഖലയിലേക്ക് ഇറങ്ങിയാൽ സോണിയുടെ പ്രശസ്തി ഇടിയുമെന്ന് അവർ ഭയപ്പെട്ടു. എന്നാൽ കൂട്ടരാഗി ഇതിനൊരു വലിയ ഭാവി കണ്ടിരുന്നു. മാനേജ്മെന്റ് എതിർത്തിട്ടും അദ്ദേഹം രഹസ്യമായി നിറ്റൻഡോയ്ക്ക് വേണ്ടി ഒരു സൗണ്ട് ചിപ്പ് ഉണ്ടാക്കി കൊടുത്തു. ഇത് കണ്ടെത്തിയ സോണി ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ കമ്പനിയിൽ നിന്ന് പുറത്താക്കാൻ ഒരുങ്ങിയതാണ്. എന്നാൽ CEO ആയിരുന്ന നോറിയോ ഓഗ കുട്ടരാഗിയുടെ കഴിവിൽ പൂർണ്ണമായും വിശ്വസിക്കുകയും നിറ്റൻഡോയുമായിട്ട് കരാറിൽ ഏർപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തിട്ടാണ് സത്യത്തിൽ നിറ്റൻഡോ സോണിയെ ചതിച്ചത്. അപ്പോൾ ഈ ചതി വന്ന സാഹചര്യത്തിൽ നിറ്റൻഡോയ്ക്ക് തിരിച്ചടി നൽകാൻ കുട്ടരാഗി തന്നെയാണ് മുന്നിൽ നിന്നത്. സഹപ്രവർത്തകരുടെ എതിർപ്പിനെ അവഗണിച്ച് അദ്ദേഹം കെട്ടിപ്പടുത്ത ഗെയിമിംഗ് ഡിവിഷനാണ് 2000 ആണ്ട് മുതൽ സോണിയെ തകർച്ചയിൽ നിന്ന് താങ്ങി നിർത്തിയത്. സോണിയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. എപ്പോഴൊക്കെ കമ്പനി വലിയൊരു പ്രതിസന്ധിയിലായിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇവൂക്കയെയും മോർറ്റയെയും പോലെ സങ്കല്പങ്ങൾക്കപ്പുറം ചിന്തിക്കുന്ന വിമതരായ ചില ഉദ്യോഗസ്ഥർ പ്രത്യക്ഷപ്പെട്ട് കമ്പനിയെ നയിക്കാറുണ്ട്. കുട്ടരാഗി ഇല്ലായിരുന്നുവെങ്കിൽ സോണിയുടെ കഥ ചിലപ്പോൾ അന്നേ അവസാനിക്കുമായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ പ്ലേ സ്റ്റേഷൻ എന്ന പേരിൽ ലോകം കീഴടക്കുന്നത് കാണാൻ നിറ്റൻഡോ വിധിക്കപ്പെടുകയുണ്ടായി. പല വലിയ വിജയങ്ങൾ ഇന്നും ഒരു ചെറിയ വഞ്ചനയിൽ നിന്നാണ് പിറക്കുന്നത് എന്ന സത്യത്തിന് വലിയൊരു തെളിവാണിത്. എന്നാൽ കമ്പ്യൂട്ടറിന്റെ ലോകം അത്ര സുഖകരമായിരുന്നില്ല സോണിക്ക്. 2005-ൽ തങ്ങളുടെ സംഗീത CD-കളിൽ രഹസ്യമായി ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തത് വഴി അവർ വിപണിയെ വഞ്ചിച്ചു എന്ന ചീത്തപ്പേരുണ്ടായി. അത് കോപ്പിറൈറ്റ് ഒഴിവാക്കാൻ ചെയ്ത പണിയായിരുന്നുവെങ്കിലും കസ്റ്റമറുടെ കമ്പ്യൂട്ടറിന്റെ നിയന്ത്രണം കസ്റ്റമർ അറിയാതെ കമ്പനിക്ക് കിട്ടുന്ന ഒരു രീതിയായിരുന്നു അത്. ആ സമയത്ത് സോണി എന്ന് പറയുന്ന കമ്പനിക്കുണ്ടായ പ്രതിച്ഛായയുടെ ഇടിവ് ലോകത്തെ പല ടെക് ഭീമന്മാർക്ക് വലിയൊരു മുന്നറിയിപ്പായിരുന്നു. സോണി നേരിട്ട തകർച്ചകൾ കേവലം അവരുടെ മാത്രം മോശങ്ങൾ തന്ത്രങ്ങൾ കൊണ്ടായിരുന്നില്ല എന്നത് ചരിത്രപരമായ വസ്തുതയാണ്. 90-കൾക്ക് ശേഷം ജപ്പാൻ എന്ന രാഷ്ട്രം നഷ്ടപ്പെട്ട പതിറ്റാണ്ട് ലോസ്റ്റ് ഡെക്കേഡ് എന്ന് വിളിക്കുന്ന വലിയൊരു സാമ്പത്തിക തകർച്ചയിലേക്ക് പൂപ്പൂത്തുണ്ടായി. ജാപ്പനീസ് കറൻസിയായ യെന്നിന്റെ മൂല്യത്തിലുണ്ടായ ഇടിവ് കയറ്റുമതിയിൽ അധിഷ്ഠിതമായ സോണിയുടെ വരുമാനത്തെ തന്നെ നശിപ്പിച്ചു കളഞ്ഞു. ഇതിനിടയിൽ സാംസങ്, LG തുടങ്ങിയ കൊറിയൻ കമ്പനികൾ കുറഞ്ഞ ചെലവിൽ വേഗതയേറിയ സാങ്കേതിക വിദ്യകളുമായിട്ട് വന്നപ്പോൾ പഴയ ചിന്താഗതികളിൽ ഉറച്ചു നിന്ന സോണിക്ക് വേഗത കൈമോശം വന്നു. മറ്റ് ജാപ്പനീസ് ഭീമന്മാരായിട്ടുള്ള തോഷിബയും ഷാർപ്പും തകർന്നു വീഴുമ്പോൾ സോണിയും അതേ പാതയിലായിരുന്നു. കമ്പനിയുടെ വലിപ്പം തന്നെ അതിന് വിനയായി മാറുകയും ഓരോ വിഭാഗങ്ങളും ലാഭത്തിന് വേണ്ടി തമ്മിലടിക്കുകയും ചെയ്തു. ആ കാലത്ത് സോണിയോടൊപ്പം ഉണ്ടായിരുന്ന പാനാസോണിക് പോലും തങ്ങളുടെ വിപണി വിഹിതം പകുതിയിലധികം കുറച്ചു. ഈ ആഗോള സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്കിടയിലും സോണി പ്രാണവായുവിന് വേണ്ടി നടത്തിയ പോരാട്ടം ചില്ലറയല്ല. സത്യത്തിൽ ഇതൊരു കമ്പനിയുടെ മാത്രം തകർച്ചയല്ലായിരുന്നു, മറിച്ച് പണ്ട് ലോകം ഭരിച്ചിരുന്ന ജപ്പാൻ മെയ്ഡ് എന്ന കിരീടത്തിന്റെ ഇടിവായിരുന്നു അത്. പിന്നീട് 2011-ൽ അവരുടെ ഗെയിമിംഗ് നെറ്റ്വർക്ക് ഹാക്ക് ചെയ്യപ്പെടുകയും
ലക്ഷക്കണക്കിന് പേരുടെ പാസ്വേഡുകൾ പങ്കുവയ്ക്കപ്പെടുകയും ചെയ്തപ്പോൾ വലിയൊരു ശതമാനം ആളുകൾക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട ആ കളിപ്പെട്ടിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കേണ്ടതായിട്ട് വന്നു. മാത്രമല്ല 2014 അമേരിക്കയ്ക്കും വടക്കൻ കൊറിയയ്ക്കും ഇടയിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ സിനിമയിലൂടെ പറഞ്ഞതിനെതിരെ അവരുടെ സിനിമാ സ്റ്റുഡിയോ തന്നെ പൂർണ്ണമായും ഹാക്ക് ചെയ്യപ്പെട്ടു. ഉദ്യോഗസ്ഥരുടെ ശമ്പളം മുതൽ കമ്പനിയുടെ അതീവ രഹസ്യങ്ങൾ വരെ പുറത്തായ ദിനങ്ങൾ ഇന്നും ആ ഒരു കമ്പനിയുടെ ഉള്ളിൽ കറുത്ത അധ്യായമായിട്ട് അവശേഷിക്കുന്നുണ്ട്. ഈ പ്രഹരം തിരിച്ചറിഞ്ഞാണ് കാസുവോ ഹിരായി എന്ന ബുദ്ധിശാലി ആ തലപ്പത്തേക്ക് എത്തുന്നത്. തങ്ങളുടെ പരന്നു കിടക്കുന്ന ബിസിനസ്സുകളിൽ നിന്നും ആവശ്യമില്ലാത്തവ മുറിച്ചു മാറ്റുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നയം. ലാപ്ടോപ്പ് ബിസിനസ് വിറ്റുകളഞ്ഞു. സാവധാനം മറ്റുള്ളവയിൽ നിന്ന് ലാഭകരമായിട്ടുള്ളവ മാത്രം നിലനിർത്തി. ഈ വിജയകാലത്തെ മറ്റൊരു വലിയ വിപ്ലവം ഫോൺ വിപണിയായിരുന്നു. പക്ഷേ സ്വന്തമായി ഫോൺ വിറ്റല്ല അവർ പണമുണ്ടാക്കിയത്. എക്സ്പീരിയ പോലെയുള്ള മോഡലുകൾ പരീക്ഷിച്ചെങ്കിലും അവർ പ്രധാനമായിട്ടും ഇന്ന് ആപ്പിൾ, ഐഫോൺ ഉൾപ്പെടെ നിങ്ങളുടെ മിക്കവാറും ഫോണുകളിൽ ഉപയോഗിക്കുന്ന ക്യാമറയുടെ സെൻസറുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. ലോകത്തിലെ പകുതിയിലധികം സ്മാർട്ട് ഫോണുകളുടെയും കണ്ണ് ഈ ജാപ്പനീസ് സാമ്രാജ്യത്തിൻ്റെതാണ്. പ്രൊഫഷണൽ ക്യാമറ രംഗത്തെ കുലപതികളായ നിക്കോണിനെയും കാനോനെയും കടത്തിവെട്ടിയത് സെൻസറുകളുടെ മികവാണ്. ഇതിന് കാരണം പണ്ട് കാസറ്റുകൾ നൽകിയ അതേ തരംഗം ഇന്നവർ ഓരോ പിക്സലിലൂടെയും നൽകുന്നു എന്നുള്ളതാണ്. ആർക്കും വിട്ടുകൊടുക്കാൻ പറ്റാത്തത്ര സാങ്കേതിക മികവാണ് ഇവർക്കുള്ളത്. ഇന്ന് സോണി പഴയതുപോലെ പുറത്ത് തിളങ്ങി നിൽക്കുന്ന ഗാഡ്ജറ്റുകൾ നിർമ്മിക്കാനല്ല കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. പകരം അവർ ലോകത്തിൻ്റെ സാങ്കേതിക നാഡീവ്യൂഹത്തെ നിയന്ത്രിക്കുന്ന സപ്ലയറായിട്ട് മാറാൻ ശ്രമിക്കുകയാണ്. ജനങ്ങൾക്ക് മുന്നിൽ ഒരു ബ്രാൻഡ് നെയിം കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ ലാഭം മറ്റുള്ളവരുടെ ഉള്ളിലെ യന്ത്ര സംവിധാനമായി മാറുന്നതിലാണ് എന്നവർ തിരിച്ചറിഞ്ഞു. ആമസോൺ എങ്ങനെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വഴി ലോകത്തെ നിയന്ത്രിക്കുന്നുവോ അതേ രീതിയിൽ ഓരോ സ്മാർട്ട് ഫോണിൻ്റെയും ക്യാമറയ്ക്കുള്ളിലെ കണ്ണുകൾ തങ്ങളുടേതാക്കി മാറ്റി സോണി ഒരു നിശബ്ദ കുത്തക സ്ഥാപിച്ചു. ഇത് ആപ്പിളിനോടോ ഗൂഗിളിനോടോ ഉള്ള നേരിട്ടുള്ള മത്സരമല്ല, മറിച്ച് അവരെ ഒഴിവാക്കാൻ കഴിയാത്ത രീതിയിൽ അവർ ലോകത്തുള്ള കമ്പനികളുമായിട്ടൊരു സാങ്കേതിക പങ്കാളിയായി മാറുന്ന തന്ത്രമാണ്. സെൻസറുകൾ, മ്യൂസിക് റൈറ്റുകൾ, ഗെയിം എഞ്ചിനുകൾ തുടങ്ങിയ അദൃശ്യമായ അടിത്തറകളിലൂടെ സോണി ഇന്ന് ലോകത്തിലെ ഏത് സ്മാർട്ട് ഫോൺ വിപണിയെയും നിയന്ത്രിക്കുന്നുണ്ട്. പുറമേ പ്രൗഢിയുള്ള ഉപകരണങ്ങൾ വരികയും പോവുകയും ചെയ്യും. എന്നാൽ അവിഭാജ്യമായിട്ടുള്ള പാർട്സുകൾ കയ്യിലുള്ള കാലത്തോളം സോണിക്ക് തകരാൻ പറ്റില്ല. ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡസ്ട്രിയിലെ ഈ തിരിച്ചുവരവ് ഒരു വലിയ യുദ്ധം ജയിച്ച സൈന്യാധിപനെ പോലെയാണ് സോണിയെ ഇപ്പോൾ അടയാളപ്പെടുത്തുന്നത്. വിപ്ലവകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നത് കാർ നിർമ്മാണ മേഖലയിലേക്കുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള വരവിലൂടെയാണ്. ഹോണ്ട എന്ന പ്രശസ്ത കാർ കമ്പനിയുമായി ചേർന്ന് അവർ അഫീല എന്നൊരു പുതിയ തരം ഇലക്ട്രിക് കാർ നമുക്ക് മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതൊരു സാധാരണ കാറല്ല, അതിനകത്ത് മുഴുവൻ വിനോദങ്ങളുടെ ലോകമാണ് കാത്തിരിക്കുന്നത്. പ്ലേ സ്റ്റേഷൻ വിദ്യകളും ശബ്ദവും യാത്രകളെ മറ്റൊരു തലത്തിലേക്ക് മാറ്റുന്ന അഫീല ഭാവിയിൽ മനുഷ്യരുടെ ജീവിതശൈലിയെ തന്നെ സ്വാധീനിക്കും. സാങ്കേതിക വിദ്യയുടെ സകല സുഹൃതങ്ങളും ആ വാഹനത്തിനുള്ളിൽ നിറയ്ക്കാനാണ് ഇവർ ലക്ഷ്യമിടുന്നത്. ലോകത്തെ വിറപ്പിച്ച വലിയ വീഴ്ചകൾക്ക് ശേഷവും അവർ പതിയെ ആ ഇലക്ട്രിക് വിപ്ലവത്തിലേക്ക് ചേക്കേറി കഴിഞ്ഞു. എന്നാൽ 2026 ആകുമ്പോൾ മറ്റൊരു കാര്യം കൂടി പുറത്തു വരികയാണ്. TV നിർമ്മാണ രംഗത്തെ തടഞ്ഞു നിർത്താൻ കഴിയാത്ത നാശനഷ്ടങ്ങൾ കുറയ്ക്കാൻ സോണി ചിന്തിക്കുന്നുണ്ട്. അതുവഴി സാംസങ്ങിനോടും കൊറിയൻ കമ്പനികളോടും എതിരിടാൻ ഇന്ന് ചൈനീസ് നിർമ്മാണ കമ്പനികളായിട്ടുള്ള TCL-ലുമായിട്ട് അവർ കരാറിലെത്തിയിരിക്കുന്നു. തങ്ങളുടെ വിഖ്യാതമായ ബ്രാവിയ TV ബിസിനസ് പൂർണ്ണമായി നിർത്തുകയല്ല, മറിച്ച് അതിൻ്റെ പ്രോസസ്സറുകൾ മാത്രം തങ്ങൾ ഉണ്ടാക്കുകയും ബാക്കി ഹാർഡ്വെയർ ഭാഗങ്ങൾ ചൈനയിൽ നിർമ്മിക്കുകയും ചെയ്യുന്ന പുതിയൊരു നയമാണ്. ഇതിലൂടെ വിപണി ചോർന്നു പോകാതെ പുതിയ രൂപത്തിൽ കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ലാഭകരം എന്നവർ ചിന്തിക്കുന്നു. വാശിയേക്കാൾ പ്രായോഗിക ബുദ്ധിക്ക് മുൻതൂക്കം നൽകാനുള്ള പക്വത ഇന്ന് അവരെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കും. ഈ യാത്ര എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. യുദ്ധത്തിന് ശേഷം ഒരു ചെറിയ മീറ്ററിൽ നിന്നും, ചെറിയ ഇലക്ട്രിക് കുക്കറിൽ നിന്നും ജന്മം കൊണ്ടൊരു വലിയ ചിന്ത ഇന്ന് മനുഷ്യൻ്റെ കണ്ണിനും കാതിനും പ്രിയപ്പെട്ടവരായി നമുക്കിടയിലുണ്ട്. സാങ്കേതിക വിദ്യ ആത്മാവ് തുറന്ന ഒന്നായിരിക്കണമെന്ന് ലോകത്തോട് നിരന്തരം പറയാൻ ശ്രമിച്ച ഇവർ പലപ്പോഴും ചീട്ടുകൊട്ടാരം പോലെ തകരുന്നത് കണ്ട് പലരും പരിഹസിച്ചിട്ടുണ്ടാകാം. പക്ഷേ ആ കാൻഡോ തത്വം അങ്ങനെയൊന്നും തകരില്ല എന്നിവർ അടിവരയിട്ടു പറയുന്നുണ്ട്. ഞാൻ എൻ്റെ പല പ്ലാറ്റ്ഫോമുകളിലായിട്ട് പറയുന്ന സയൻസ്, ബിസിനസ്, സെൽഫ് ഹെൽപ്പ് തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന, ടെക്സ്റ്റ് രൂപത്തിൽ ഷെയർ ചെയ്യുന്ന jrstudio.edu.com എന്ന് പറയുന്ന ഒരു ബ്ലോഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന വീഡിയോകളുടെയൊക്കെ തന്നെ എക്സ്റ്റെൻഡഡ് റിസർച്ചും ഇതിൻ്റെ റെഫറൻസും മാത്രമല്ല എൻ്റെ സർവീസുകളും കോഴ്സുകളും നിങ്ങൾക്ക് ഞാനുമായിട്ട് കണക്ട് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളും എല്ലാം ഉൾപ്പെടെയുള്ള ഒരു ആൾ ഇൻ വൺ പ്ലാറ്റ്ഫോമാണ്. തീർച്ചയായിട്ടും എൻ്റെ ലിങ്ക് താഴെയുണ്ട്, ചെക്കൗട്ട് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരെ